നേരിട്ടൊരു നല്ല ആരെങ്കിലും ഒന്ന് നന്നായി കണ്ടാൽ എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത്. ആര്? ഹെഡ്മാസ്റ്റർ തന്നെ. അല്ല, ഹെഡ്മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ. ഇത്തരം വാർത്തകളാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പൊട്ടിത്തെറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മനഃപൂർവ്വം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസും അതുപോലെ ഒരു പൊട്ടിത്തെറിച്ച വിഷയമായിരുന്നു. നമുക്കൊന്ന് ചിന്തിക്കാം, ആരാണ് ഇതിന് പിന്നിലെ തലച്ചോർ? ആരാണ് പ്രതിപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കി മൂന്നാമതും പിണറായി ഭരണം ഉറപ്പിക്കാൻ കളം സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത്? പല രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട്, ഇതൊരു സാധാരണ കേസല്ല, ഇത് തികച്ചും ഒരു പൊളിറ്റിക്കൽ മാസ്റ്റർ പ്ലാൻ തന്നെയാണ്. നീലപ്പെട്ടിയുടെ കേസ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതുപോലെ തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കഴിഞ്ഞ കേസ്. അതുപോലെ തന്നെ ആക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഷാഫി പറമ്പിലിനെതിരെ പുതിയ കേസുകൾ. ഇത് ഒരു വലിയ മാധ്യമ ഓപ്പറേഷൻ അല്ലേ? ഈ ചോദ്യമാണ് ഇപ്പോൾ കേരളം മുഴുവൻ ചോദിക്കുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഈ നശിച്ച രാഷ്ട്രീയ കളിയുടെ പിന്നിലെ യഥാർത്ഥ തലച്ചോർ ആരാണെന്ന് വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. സുഹൃത്തുക്കളെ, ഇന്നത്തെ കേരള രാഷ്ട്രീയത്തെ നടുക്കുന്ന ഒരു ചോദ്യം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഇപ്പോൾ ഷാഫി പറമ്പിലിനെതിരെയും ലൈംഗിക അപവാദ കേസുകൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വരുന്നത് ആരുടെ ബ്രെയിൻ വർക്കാണ്? ആരാണ് ഇതിന് പിന്നിലെ യഥാർത്ഥ തലച്ചോർ? മോദി സർക്കാരിനെ സഹായിക്കുന്ന ഗോദി മീഡിയ പോലെ പിണറായി സർക്കാരിന് വേണ്ടി പ്രൊപ്പഗൻഡ തയ്യാറാക്കുന്ന ആളുകൾ സർക്കാരിന്റെ ചെലവിൽ തന്നെയുണ്ടോ? രാഷ്ട്രീയ നിരീക്ഷകർ തുറന്നു പറയുന്നുണ്ടോ ഈ കാര്യം? ഇത് വെറും കേസല്ല, ഇത് പൊളിറ്റിക്കൽ ഓപ്പറേഷൻ തന്നെയാണ്. ലക്ഷ്യം ഒന്ന് മാത്രം, പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കി തകർക്കുക, പിന്നെ മൂന്നാമതും പിണറായിയുടെ കസേര ഉറപ്പിക്കുക. കേരളത്തിലെ മാധ്യമരംഗം ഒരിക്കലും പൂർണ്ണമായും നിഷ്പക്ഷമായിരുന്നില്ലെന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം. ഇത്തരം പ്രൊപ്പഗേണ്ട രാഷ്ട്രീയത്തിൽ അവർ ഉപയോഗിക്കുന്ന അജണ്ട ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് പറഞ്ഞു തരാം. അതായത്, ഇപ്പോൾ ഉദാഹരണത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഷാഫി പറമ്പിലായിക്കോട്ടെ, ഇവരെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരവസരത്തിൽ ഇവർക്കെതിരായി ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു അപമാന കഥ മെനഞ്ഞുണ്ടാക്കി അവരുടെ സമൂഹത്തിലേക്ക് ഒരു പ്രൊപ്പഗൻഡയായി പ്രചരിപ്പിക്കുന്നു. അത് ചിലപ്പോൾ ചാനൽ ചർച്ചകളിലാകാം, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുകളിലാകാം. ഈ അപവാദം പ്രചരിക്കുമ്പോൾ ഇവരെ സ്നേഹിക്കുന്ന, ഉദാഹരണത്തിന് ഒരു 100 പേരുണ്ടെങ്കിൽ ആ 100 പേരിൽ 70-80 ആളുകൾ ഈ അപവാദത്തെ നേരെ തള്ളിക്കളയും. കാരണം അവരുടെ നേതാക്കന്മാരെ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നാണ് അർത്ഥം. എന്നാൽ അതിൽ 5-10 പേർ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അവർ ചിലപ്പോൾ ചിന്തിക്കും, ഇത് ശരിയാണോ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവർ തെറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ അപവാദ കഥ ശരിയാണോ എന്നൊരു കൺഫ്യൂഷൻ അവരുടെ ഇടയിൽ ഉണ്ടാവും. അതും പോരാഞ്ഞിട്ട് ബാക്കിയുള്ള 5-10 പേർ അവർ പൂർണ്ണമായി ഈ അപവാദത്തെ വിശ്വസിക്കും. അവരുടെ നേതാക്കന്മാരെ തള്ളിപ്പറയും. അങ്ങനെ പലതരത്തിലുള്ള അപവാദ കഥകൾ ഉണ്ടാക്കി മാക്സിമം ആ നേതാക്കന്മാരെ സ്നേഹിക്കുന്ന ആൾക്കാരെ അവരുടെ ഇടയിൽ നിന്നും മാറ്റുക എന്ന അജണ്ടയാണ് ഇപ്പോൾ CPM-ഉം BJP-യും കോൺഗ്രസിനെതിരെ പയറ്റിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ അപവാദ കഥകൾ പടച്ചുവിടുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല. നാളെ യഥാർത്ഥ സത്യം ജനങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ അപവാദങ്ങൾ പടച്ചുവിട്ടവർക്കെതിരെ ബൂമറാങ് പോലെ അത് തിരിഞ്ഞുപായും എന്ന സത്യം. മാധ്യമ വിചാരണ, അതായത് കോടതി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും മാധ്യമങ്ങളിൽ ആളുകളെ കുറ്റക്കാരാക്കി തൂക്കിക്കൊല്ലുന്ന രീതിയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും നീലപ്പെട്ടി കേസ്. ആ കേസ് പിന്നീട് കോടതിയിൽ നിലനിന്നില്ല. എന്നാൽ ആ വിവാദം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ അവരുടെ നേതാക്കന്മാർക്കുണ്ടായ ഇമേജ് എന്തുമാത്രം താണു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ആരാണ് ഈ കേസുകൾ പ്ലാൻ ചെയ്തു വന്നോണം മാധ്യമങ്ങളിലൂടെ ലീക്ക് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ചില ചാനലുകൾ മാത്രം പ്രത്യേകിച്ച് സെൻസിറ്റീവായി ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് എല്ലാം ഒരേ സമയത്ത് ഇത്തരം കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉറക്കെ വിളിച്ചു പറയുന്നത്, ഇതൊരു സാധാരണ സംഭവമോ ഒറ്റപ്പെട്ട സംഭവമോ അല്ല, ഇത് രാഷ്ട്രീയത്തിൽ കെയർഫുള്ളി ഡിസൈൻ ചെയ്ത ഓപ്പറേഷൻ തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ്
പല റിപ്പോർട്ടുകളിലും ഒരു പേര് വീണ്ടും വീണ്ടും പറഞ്ഞു കേൾക്കുന്നത്. അത് മറ്റാരുമല്ല, നികേഷ് കുമാർ. നമുക്കറിയാം, നികേഷ് കുമാർ ഒരിക്കൽ റിപ്പോർട്ടർ ചാനലിന്റെ മുഖമായിരുന്നു. ഇന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും ചോദിക്കുന്നത്, ഇത്തരം കേസുകൾ ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്, ചില തന്ത്രങ്ങളും ആശയങ്ങളിലും പിന്നിൽ പ്രവർത്തിച്ചത് നികേഷ് കുമാറിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഓപ്പറേഷൻ ആയിരുന്നോ എന്നത്. നാം പറയുന്നത് നിശ്ചിതമായ ഒരു ആരോപണമല്ല, പക്ഷേ പല മാധ്യമങ്ങളിലും രാഷ്ട്രീയ വേദികളിലും നടക്കുന്ന ചർച്ചകളിലെ സംശയങ്ങൾ മാത്രമാണ്. ഇപ്പോഴാണ് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായും ത്രില്ലിംഗ് ആയും മാറുന്നത്. അത് മറ്റൊന്നുമല്ല, ചില പ്രതിപക്ഷ പ്രവർത്തകരും ചില മാധ്യമ റിപ്പോർട്ടുകളും തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുന്നു. നികേഷ് കുമാർ ഇപ്പോൾ പൂർണ്ണമായും CPM-ന്റെ പ്രവർത്തകൻ തന്നെയാണ്. CPM-ന്റെ ഫുൾ ടൈം വർക്കറാകാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം തന്റെ ചാനൽ ഉപേക്ഷിച്ചത്. അതായത് അദ്ദേഹം ഇപ്പോൾ CPM-ന്റെ അടുക്കള പൊളിറ്റിക്സിൽ പങ്കാളിയാണ്. ഇത് എന്റെ അഭിപ്രായമല്ല, ഇത് പലതരത്തിലുള്ള റിപ്പോർട്ടർമാരുടെ അഭിപ്രായം മാത്രമാണ്. അവർ ഒരു കാര്യം കൂടി തുറന്നു പറയുന്നുണ്ട്. അടുത്ത കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നികേഷ് കുമാറിന് CPM-ന്റെ വക ഒരു സീറ്റ് ഉറപ്പാണ് എന്നത് പൂർണ്ണമായും വ്യക്തം. ഈ കാര്യങ്ങളെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ നിതീഷ് കുമാർ തന്നെ ഭാവിയിൽ നമ്മുടെ അടുത്ത് വന്ന് വെളിപ്പെടുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടി വ്യക്തത കിട്ടാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വന്ന രീതി തന്നെ നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രത്യേക ചാനലിലാണ് ഇടതടവില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അപവാദ കേസുകൾ വന്നുകൊണ്ടിരുന്നത്. രാഹുലിന് കുരുക്ക് മുറിയുന്നു, രാഹുലിന് 2 ഗർഭക്കേസുകൾ, ബാംഗ്ലൂരിലേക്ക് ക്രൈംബ്രാഞ്ച് പോകുന്നു, ഇങ്ങനെ ഒരു ചാനലിന് മാത്രം ലഭിക്കുന്ന പ്രത്യേക ന്യൂസുകൾ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ സമയത്ത് തന്നെ ഉയർന്നു വന്ന മറ്റൊരു കേസായിരുന്നു ഗോവിന്ദൻ മാഷിന്റെ മകനെതിരെ വന്ന ലെറ്റർ വിവാദം. എന്നാൽ ആ കേസ് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി. എന്നാൽ രാഹുലിന്റെ ഈ കേസിൽ പ്രതിപക്ഷം മുഴുവൻ ഡിഫൻസീവ് മൂഡിലേക്ക് ഒതുങ്ങിപ്പോയി. അതേസമയം തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, CPM-നും LDF-നും തങ്ങൾക്കെതിരെ വന്ന ഒരു വലിയ ആരോപണത്തിന്റെ മുന ഒടിച്ച് രാഹുൽ കേസിൽ വലിയൊരു നേട്ടമുണ്ടാക്കുകയും പ്രതിപക്ഷത്തെ ഒരു ധാർമ്മികതയിൽ അടിച്ചിട്ടു എന്നൊരു തോന്നൽ അവർക്ക് ലഭിക്കുകയും ചെയ്തു എന്നതാണ് വസ്തുത. ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർന്നു വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേരുപയോഗിച്ച് മുഴുവൻ പ്രതിപക്ഷത്തെയും തകർക്കാനുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നോ ഇത്? ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകർ തുറന്നു പറയുന്നു, LDF വീണ്ടും ഭരണം ഉറപ്പിക്കാൻ ടാർഗറ്റ് ചെയ്ത ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി ആയിരുന്നോ ഇത് എന്നത്. നമുക്കൊരിക്കലും നിരീക്ഷകരെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം നീതിമാനായ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഉമ്മൻചാണ്ടി എന്ന വ്യക്തി മനസാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ കൂട്ടിച്ചേർത്ത് UDF-ന് ലഭിക്കേണ്ട ഭരണം അവരിൽ നിന്നും തട്ടിപ്പറിച്ച LDF ആണ് ഇന്നും അതേ ഭരണം വ്യാമോഹമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരുപയോഗിച്ച് ലൈംഗിക അപവാദമായി നമ്മുടെ മുന്നിലേക്ക് വീണ്ടും വന്നിരിക്കുന്നത്. അത് തീർച്ചയായും LDF-ന്റെ ഇലക്ഷൻ സ്ട്രാറ്റജി തന്നെയാണ്. അത് വന്നിരിക്കുന്ന ബുദ്ധി മുമ്പ് പറഞ്ഞ വ്യക്തിയിൽ നിന്നാകില്ല എന്നെന്താണ് ഉറപ്പ്? കാരണം നീലപ്പെട്ടി വിവാദവും മെനഞ്ഞുണ്ടാക്കിയത് ഇതേ തലച്ചോറിൽ നിന്നായിരുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിലും പിന്നാമ്പുറത്തും ഇപ്പോൾ യഥേഷ്ടം പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് തെല്ലൊന്നടങ്ങിയപ്പോൾ അവർ ഷാഫി പറമ്പിലിനെ ലക്ഷ്യമിടുന്നത്. ഷാഫി പറമ്പിലിനെതിരെ പറഞ്ഞത് ലൈംഗിക അപവാദമല്ല, ഒരു മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്യുന്ന, ഭൂമിയോളം ചവിട്ടിത്താഴ്ത്തുന്ന പദങ്ങളാണ്. അത് പറഞ്ഞത് മറ്റാരുമല്ല, പാലക്കാട്ടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ് എന്ന് ഓർക്കണം. അത് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജിയാകാം. ഈ വരുന്ന പുതിയ തെരഞ്ഞെടുപ്പുകൾ ജയിക്കാനുള്ള അദ്ദേഹത്തിന്റെ പദ്ധതികളാകാം. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ കൂടുതൽ മണ്ടരാകില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് തുറന്നു പറയുന്നത്. കോടതിയിൽ സത്യാവസ്ഥ തെളിയിക്കാൻ ഒരുപാട് സമയമെടുക്കും, പക്ഷേ ജനങ്ങളുടെ കോടതിയിൽ, അതായത് ജനകീയ കോടതിയിൽ അത് വേഗം വിധി പറയുക തന്നെ ചെയ്യും. അതാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ചെക്ക്. അതേ സുഹൃത്തുക്കളെ, നീണ്ട 38 ദിവസത്തെ മൗനത്തിന് ശേഷം കൂടുതൽ കരുത്തനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെ തകർന്നു വീണത് CPM-ന്റെയും BJP-യുടെയും വലിയ അജണ്ടകളായിരുന്നു.
അതിന്റെ നിരാശ അവർക്ക് മറച്ചു വെക്കാനാവുന്നില്ല. അതുകൊണ്ടാണ് അവർ അടുത്ത ഇരയായ ഷാഫി പറമ്പിലിനെ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ടാണ് ഷാഫി പറമ്പിനെതിരെ വ്യക്തിഹത്യ ഉളവാക്കുന്ന കാര്യങ്ങൾ അവർ വിളിച്ചു പറയുന്നത്. ഇനിയാണ് യഥാർത്ഥ ചോദ്യം ഉയരുന്നത്. ആരാണ് ഇത്തരം പ്രൊപ്പഗേണ്ട ഉണ്ടാക്കുന്ന യഥാർത്ഥ പ്രതി? ആരുടെ തലച്ചോറാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്? എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, കേരളത്തിൽ ഈ പ്രൊപ്പഗേണ്ട രാഷ്ട്രീയം നിലനിൽക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം മലയാളികൾ വിദ്യാസമ്പന്നരാണ്, പ്രബുദ്ധരാണ്. ഒറ്റ വാക്കി പറഞ്ഞ അതെല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കും. മലയാളിടാ, മലയാളി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. കാരണം അവരുടെ അഭിപ്രായവും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കട്ടെ. തീർച്ചയായും നിങ്ങളുടെ ഓരോ കമൻറ്റുകളും സസൂക്ഷ്മം ഞങ്ങൾ വീക്ഷിക്കും, ഞങ്ങൾ ചർച്ച ചെയ്യും. നിങ്ങളുടെ ഓരോ കമൻറ്റുകൾക്കും വ്യക്തമായ മറുപടി നിങ്ങൾക്ക് നൽകും എന്നും ഞങ്ങളിവിടെ ഉറപ്പ് നൽകട്ടെ. അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ പോരാട്ടത്തിൽ ഞങ്ങളുടെ കൂടെ നിങ്ങളും ചേരണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.